ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. എന്താ മേക്കപ്പ് ഒന്നും കഴിഞ്ഞില്ലേ ഇതുവരെ? പെണ്ണുങ്ങളെക്കാളും കഷ്ടമാണല്ലോ നിങ്ങളെ കാര്യം. എന്താടി പെണ്ണുങ്ങൾ മാത്രം മേക്കപ്പ് ചെയ്താൽ മതിയെന്ന് ഏതെങ്കിലും മഹാൻ എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല, പ്രായം ഒത്തിരി ആയില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അതെന്താടി, നിനക്ക് പ്രായമായില്ലേ? ഓ, പറഞ്ഞത് തെറ്റാണെങ്കിൽ മാപ്പ്. ആ ഹലോ, എന്താ കുമാരേട്ടാ? രാജ, എനിക്ക് അത്യാവശ്യമായി കുറച്ചുകൂടി പണം വേണം. എന്റെ മോന്റെ ജോലിക്കാര്യത്തിനാ. ആ കുമാരേട്ടാ, ഞാനും ഭാര്യയും കൂടി ഒരു കല്യാണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ കൃത്യമായി പലിശ തന്നോളാം. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വൈകിട്ട് ഇങ്ങോട്ട് വാ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി 1,00,000 രൂപ തന്നിട്ടുണ്ടേ. ഇനിയും കാശ് വേണമെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. പണയം വെക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണം. 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ കൊണ്ടുവരണം. സർ, എൻ്റെ പേര് ശിവൻ. ഞാനൊരു LIC ഏജന്റാണ്. പുതിയ പോളിസികളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ വന്നതാണ് ഞാൻ. LIC കുറിച്ച് മാത്രം നീ എന്നോട് സംസാരിക്കണ്ട. എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു വിഷയമാണിത്. ഞങ്ങൾ ഒരു കല്യാണത്തിന് പോവാൻ ഇറങ്ങിയതാണ്. നിങ്ങൾ നാളെ വന്നോ, ഞാനൊരു പോളിസി ചേരാം. താങ്ക് യു ചേച്ചി. ഞാൻ നാളെ രാവിലെ വരാം. LIC ഏജന്റുമാരെ നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങളെ വണ്ടിയുടെ ഇൻഷുറൻസ് പുതുക്കിയോ? ഇല്ല അല്ലേ? ഇതെല്ലാം വെറും അഹങ്കാരമാണ് രായേട്ടാ. ഞാൻ എന്ത് ധൈര്യത്തിലാ ഈ വണ്ടിന്റെ പുറകിൽ യാത്ര ചെയ്യാ? നിങ്ങളെന്താ ഹെൽമെറ്റ് വെക്കുന്നില്ലേ? ഞാനിത് വാങ്ങിയത് എപ്പോഴും തലയിൽ വെക്കാനല്ല, അവസരം വരുമ്പോൾ നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം. നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ പിന്നെ മോന്റെ ഭാവി അതാലോചിക്കുമ്പോ പേടി തോന്നുന്നു രാജേട്ടാ. 2 വീലർ ഓടിച്ച് എനിക്ക് 25 കൊല്ലത്തെ എക്സ്പീരിയൻസാ. സംശയമുണ്ടോ നീ എന്റെ കണ്ണ് കെട്ടിക്കോ. പുഷ്പം പോലെ നിന്നെ ഞാൻ കല്യാണ വീട്ടിലെത്തിക്കും.
യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാരും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരും നിർബന്ധമായും തലയിൽ ഹെൽമറ്റ് ധരിക്കണം. ഇത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാ. നീ മിണ്ടാതിരുന്നേ. നിന്റെ ഉപദേശം കേട്ട് ഞാൻ മടുത്തു. ഇന്ന് പെറ്റി കേസ് വളരെ കുറവാണല്ലോ. ആ വളവിൽ നിന്നാൽ ഇഷ്ടംപോലെ കേസ് കിട്ടും. അവിടെ നിന്നാൽ അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പെറ്റി കേസിന് വേണ്ടി ഒരാളുടെ ജീവൻ കളയാൻ ഞാൻ തയ്യാറല്ല. നിർത്ത്. സൈഡ് അങ്ങോട്ട് മാറ്റി നിർത്ത്. നമ്മുടെ ബ്ലേഡ് രാജനും ഭാര്യയല്ലേ ആ വരുന്നത്? ആ എല്ലാരും ഉണ്ടല്ലോ. രാജേട്ടാ, ആ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചേ. സ്കൂളിന്റെ അടുത്ത് ചെക്കിംഗ് ഉണ്ട്. ഓ ശരി. ഇപ്പോൾ നിനക്ക് മനസ്സിലായ ഞാനെന്തിനാ ഹെൽമെറ്റ് വാങ്ങിയെന്ന്? ഹലോ. ആ ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞാനും ഭാര്യയും കൂടി ഒരു കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഞാൻ കേൾക്കുന്നുണ്ട്. നീ പറഞ്ഞോളൂ. അയ്യോ, ആ ഫോണൊന്ന് കട്ടി. ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുകയായിട്ടാ, എനിക്ക് പേടിയാവും. ഇന്ന് 5 മണി വരെ അവന് സമയം കൊടുത്തേക്ക്. അതിനുള്ളിൽ അവൻ പണം തന്നില്ലെങ്കിൽ ഞാൻ വേണ്ടത് ചെയ്തോളാം. അവന്റെ ഭാര്യയും മക്കളെയും ഞാൻ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കും. ഇയാളെന്താ എന്താ വന്നത്? അല്ല, ഇത് ബ്ലേഡ് രാജേട്ടൻ ഭാര്യയല്ലേ? സുധേ, നീ ചായ കുടിച്ചേ. സുധേ, ശ്രമിക്ക് പ്ലീസ് ട്രൈ. നിനക്ക് നല്ല മാറ്റമുണ്ട്. ഒരു മേജർ ഓപ്പറേഷൻ കൂടി കഴിഞ്ഞാൽ നിനക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും. അച്ഛാ, ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായോ? മോനിരിക്കെ, ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കി തരാം. എന്നും ചപ്പാത്തി തിന്നു മടുത്തു അച്ഛാ. എനിക്കൊരു 200 രൂപ താ, ഞാൻ പുറത്തു നിന്ന് എന്തെങ്കിലും കഴിച്ചോളാം. മോനെ, നീ ഇവിടുന്ന് ചപ്പാത്തി തിന്നിട്ട് പോയാൽ മതി. പൈസ ഇങ്ങനെ അനാവശ്യമായി ചെലവാക്കിയാൽ നിന്റെ അമ്മേന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ നടത്തും? നിന്റെ അമ്മയ്ക്ക് ഒരു മേജർ ഓപ്പറേഷൻ വേണം. അതിനുവേണ്ടി പൈസ നമ്മൾ നല്ലോണം കരുതേണ്ടി വരും. 2-3 ഓപ്പറേഷൻ നടത്തി കാശ് കുറെ ചിലവാക്കിയില്ലേ? എന്നിട്ടെന്താ, വല്ല മാറ്റമുണ്ടോ? പിന്നെന്തിനാ പുതിയൊരു മേജർ ഓപ്പറേഷൻ കൂടി? നീ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല മോനെ. അപ്പുറത്തെ റൂമിൽ തടന്നു കിടക്കുന്ന നിന്റെ അമ്മ കേട്ടാൽ അവൾക്കത് വിഷമമാകും. അച്ഛൻ കാരണമല്ലേ അമ്മ ഈ നിലയിലായത്. അച്ഛൻ തന്നെ എല്ലാം അനുഭവിച്ചോ. എന്നെ അതിനൊന്നും കിട്ടുമെന്ന് ഒരിക്കലും കരുതണ്ട.
ശബ്ദം അതാണെൻ്റെ അമ്മ. ഇളം പാദമാദ്യം ചവിട്ടുന്ന നേരം പതിക്കില്ല താഴെ പിടിക്കുന്നിതമ്മ. മടിത്തട്ടിൽ നിന്നും കളിക്കുന്ന നേരം ശഠിക്കുന്ന കുഞ്ഞിൻ കളിപ്പാട്ടമമ്മ. മടിത്തട്ടിൽ നിന്നും കളിക്കുന്ന നേരം ശഠിക്കുന്ന കുഞ്ഞിൻ കളിപ്പാട്ടമമ്മ. തുടിക്കുന്ന വാത്സല്യദുഗ്ധം കുടിക്കും മനസ്സിൻ്റെ സ്നേഹാർദ്ര സൗഭാഗ്യമമ്മ. പിടക്കുന്ന നെഞ്ചിൻ്റെ താളക്രമത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ രോമാഞ്ചമമ്മ. പിടക്കുന്ന നെഞ്ചിൻ്റെ താളക്രമത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ രോമാഞ്ചമമ്മ. ഇതാണെൻ്റെ അമ്മ, ഇതാണെൻ്റെ നന്മ, ഇതാണെൻ്റെ ധർമ്മം, ഇതാണെൻ്റെ കർമ്മം. നമിക്കുന്നിതമ്മേ, ഭജിക്കുന്നിതമ്മേ, ജപിക്കുന്നിതമ്മേ സഹസ്ര പ്രണാമം. ജപിക്കുന്നിതമ്മേ സഹർഷ പ്രണാമം. അയ്യേ, എനിക്ക് വേണ്ട. നിന്റെ അച്ഛൻ നിനക്ക് പോക്കരി മണിയായിരുന്നില്ല, അതല്ലേ നിന്റെ പ്രശ്നം. ഇതാ പിടി. എളുപ്പത്തിൽ കാശുണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. വാടാ. ഇതാണ് നമ്മുടെ ഭായ്. ഹലോ. ഹലോ. ഒരു കാലത്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും വേരോടെ പിഴുതെറിഞ്ഞ ഒരു ലഹരിയാണ് കഞ്ചാവ്. എന്നാൽ ഇന്നത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു. ക്യാമ്പസുകളിൽ നമുക്കിതിനെ ഒരു തരംഗമാക്കി മാറ്റണം. പകർച്ചവ്യാധി പോലെ ഓരോരുത്തരിലും നമുക്കിത് എത്തിക്കണം. നമുക്ക് വേണ്ടത് പണം മാത്രം. ഇതാ, കൊണ്ടുപോയി കച്ചവടം തുടങ്ങിക്കോ. നിനക്ക് ഞാൻ നല്ല കമ്മീഷൻ തരും. ഇന്ന് സുവോളജി ക്ലാസ് ഉണ്ട്. എന്ത് ബോറായിരിക്കും, സമയം പോവൂലേ. ഒന്ന് ഫോണിൽ നീ അവളെ പുറകെ കേട്ടിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോക്കോ, ഞാനില്ല എന്റെ കൂടെ.
ഡാഡി ഇന്നലെ വിളിച്ചിരുന്നു. വെക്കേഷൻ അങ്ങോട്ട് പോകാനാ പറഞ്ഞു. ഹായ് ഹായ്. ശരത്തെ, നീ കറങ്ങി നടന്നോ? നിന്നെ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ ഒരേ കോളേജിലായിട്ട്. ശീതൽ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. പക്ഷേ ഞാൻ പോവാ. ആ ശീതൾ നിൽക്ക്. ശീതൾ, നീ എന്താടി ശരത്തിനെ തീരെ മൈൻഡ് ചെയ്യാത്തത്? ഞാനിവിടെ വരുന്നതേ പഠിക്കാനാണ്, ടൈം പാസ് ചെയ്യാനല്ല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. BBAക്ക് പഠിക്കുന്ന ശരത്ത് കുറച്ച് ദിവസമായി ക്ലാസ്സിൽ കയറാതെ ഈ കോമ്പൗണ്ടിൽ ചുറ്റിക്കറങ്ങി നടക്കുകയാണ് സാർ. കഴിഞ്ഞ വർഷം ബെസ്റ്റ് സ്റ്റുഡൻ്റായി തെരഞ്ഞെടുത്തവനല്ലേ അവൻ? അതെ, അവനെ തന്നെയാണ്. എന്നാൽ അവനോട് പറയണം എന്നെ കണ്ടതിന് ശേഷം ക്ലാസ്സിൽ കയറിയാൽ മതി. ഇക്കാര്യം ഞാൻ അവൻ്റെ രക്ഷിതാവിനെ അറിയിച്ചോളാം. ആ ശരി സാർ. ആ നിൽക്ക്. നിന്നെ പ്രിൻസിപ്പാൾ അന്വേഷിച്ചു. അദ്ദേഹത്തെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. എന്താ നിന്റെ പ്രശ്നം? കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് നീയല്ലേ? നീ ഇത്രയും പിറകിലോട്ടാവാൻ എന്താ കാരണം? രക്ഷിതാക്കൾ ഫീസ് തന്ന് വിടുന്നത് ഇവിടെ കറങ്ങി നടക്കാനല്ല, ക്ലാസ്സിലിരുന്ന് പഠിക്കാനാണ്. വേഗം പോയി ക്ലാസ്സിൽ കയറാൻ. നാളെ ക്ലാസ്സിൽ വരുമ്പോൾ നിന്റെ രക്ഷിതാവിനെയും കൂട്ടി വരണം. കഷ്ടം, 4 പേരും കൂടി ഒരു ബൈക്കിൽ. അമ്മയും മകനും കൂടി എങ്ങോട്ട് പുറപ്പെട്ടതാ? അല്ല, ഇവൻ സ്കൂട്ടി ഓടിക്കാനൊക്കെ പഠിച്ചോ? സ്കൂട്ടി മാത്രമല്ല, കാർ ഓടിക്കാനും പഠിച്ചു. ഇതെല്ലാം എൻ്റെ ഒറ്റ കഴിവാണ്. ഇവൻ്റെ അച്ഛൻ ഇതിനൊന്നും സമ്മതിക്കൂല. പെണ്ണുങ്ങളായ നമ്മളെങ്കിലും കുറച്ച് ഫോർവേഡ് ആവണ്ടേ? നിയമം നോക്കിയാലൊന്നും ശരിയാവൂല. കാലം മാറുമ്പോൾ നമ്മളും മാറണം. ഞങ്ങളും അടുത്ത മാസം എനിക്ക് വേണ്ടി ഒരു സ്കൂട്ടി വാങ്ങുന്നുണ്ട്. എന്നാ പോട്ടെ, ഞാനല്പം തിരക്കിലാണ്. നീ എന്താ നോക്കി നിൽക്കുന്നത്? കയറിയിരിക്ക്. നിങ്ങളുടെ ആഗ്രഹം പോലൊക്കെ നടന്നില്ലേ? ഞാൻ അവളുടെ മുന്നിൽ കൊച്ചായില്ലേ? എത്ര കാലമായി ഞാൻ പറയുന്നു ഒരു സ്കൂട്ടി വാങ്ങാൻ. എല്ലാം എൻ്റെ വിധി. ആദ്യം നീ ഒരു ലൈസൻസ് എടുക്കാൻ നോക്കും, അതിനുശേഷം നമുക്ക് സ്കൂട്ടി വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾക്ക് എന്നെ തരം താഴ്ത്തി കാണിക്കണം. തൃപ്തിയായില്ലേ? എന്താടാ അവളുടെ മുഖത്തൊരു വാട്ടം? നീ എന്തെങ്കിലും അവളെ വഴക്ക് പറഞ്ഞോ? അവൾക്കൊരു സ്കൂട്ടി വേണം, അതാ പ്രശ്നം. വാങ്ങിക്കൊടുക്കടാ. നിന്റെ ഭാര്യയ്ക്ക് നീയല്ലാതെ മറ്റാരാ വാങ്ങിക്കൊടുക്കേണ്ടത്? അച്ഛൻ 2 മാസം കുടി നിർത്തിയാൽ ആ രൂപ കൊണ്ട് നമുക്കൊരു സ്കൂട്ടി വാങ്ങാൻ കഴിയും. അതൊക്കെ നിനക്ക് അറിയാമെങ്കിൽ ആദ്യം നീ നിന്റെ ഭാര്യയെ നിലക്ക് നിർത്താൻ നോക്ക്. മറ്റുള്ളവർ തുള്ളുന്നു കണ്ട് തുള്ളാൻ നോക്കിയാൽ അവസാനം തലകുത്തി വീഴുന്നത് അവൾ തന്നെയായിരിക്കും. പറഞ്ഞേര്. നിന്നോടല്ലടാ ഞാൻ പറഞ്ഞത്, എന്നോട് ചോദിക്കാതെ ഇതെടുത്ത് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന്. പോകരുത് അവനെ. ഞാൻ പറഞ്ഞിട്ട് അവൻ സ്കൂട്ടി ഓടിച്ചത്. ഇവൻ എന്തെങ്കിലും അനർത്ഥം ഉണ്ടാക്കിയാൽ അതിന് പൂർണ്ണ ഉത്തരവാദി നീയായിരിക്കും.
നിങ്ങൾ എന്തിനു പേടിക്കുന്നത്? ഇതിന്റെ ആർസി ഓണർ ഞാനാണ്. ഓ നിങ്ങൾക്ക് എന്നോടും മോനോടും ഒരു തരം ജലസാണ്. എപ്പോ നോക്കിയാലും ഒരു കുറ്റപ്പെടുത്തല്. എന്താ സാർ? ഈ വരുന്ന സാറ്റർഡേ നമുക്കൊരു പാരന്റ്സ് മീറ്റിംഗ് നടത്തിയാൽ കൊള്ളാം. ഓക്കെ സാർ, അതിന് നമുക്ക് ഏർപ്പാട് ചെയ്യാം. ഹലോ സർ, ഞാൻ ശരത്തിന്റെ അച്ഛനാണ്. പഠിക്കാൻ മിടുക്കനായ ഒരു കുട്ടിക്ക് ഒരു സുപ്രഭാതത്തിൽ പുസ്തകം അലർജിയായി തോന്നിയാൽ അതിന് പിറകിൽ സൈക്കോളജിക്കൽ എന്തെങ്കിലും കാരണം കാണും. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മകൻ ശരത്തിനും അതാണ് സംഭവിച്ചത്. പഠിക്കുന്ന കാര്യത്തിൽ അവന് തീരെ ശ്രദ്ധയില്ല. അവന്റെ അമ്മ തളർന്ന് കിടപ്പായതിനു ശേഷം എനിക്കവനെ പഴയതുപോലെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതാണ് കാരണം. സാർ അവനെ ഒന്ന് ഉപദേശിക്കണം. ഇത് എൻ്റെ ഒരു